നമസ്കാരം. The last class we discussed the causes of French Revolution. The three major causes. First was the autocratic rule. Second was the discriminative division of the French society. And third was the inspiration from the philosophers. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ചില കാരണങ്ങളാണ്. അവസാനം the last. The king decided to summons the parliament by overcoming the financial crisis. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി രാജാവ് പാർലമെൻറ്റ് വിളിച്ചു ചേർത്ത് ടു ഇമ്പോസ് ന്യൂ ടാക്സ് ചുമത്താൻ തീരുമാനിച്ചു. പാർലമെൻറ്റ് വിളിച്ചു ചേർത്ത് പാർലമെൻറ്റ് വോട്ടിംഗ് സിസ്റ്റവും ദ തേർഡ് എസ്റ്റേറ്റ് ഡിമാൻഡഡ് ഇൻഡിവിജ്വൽ വോട്ടിംഗ് സിസ്റ്റം, അതാണ് നമ്മൾ പഠിച്ചു വെച്ചത്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. തേർഡ് എസ്റ്റേറ്റ് ഡിമാൻഡഡ് ഇൻഡിവിജ്വൽ വോട്ടിംഗ് സിസ്റ്റം. And of course, naturally, the first and second estate and the king rejected that arguments from the third estate, rejected the idea of individual voting system. That argument was going on. Third estate demanded individual voting system. They are opposing the king. And the first and second estate left the parliament. First and second estate parliament വിട്ടു പുറത്തുപോകണം. So the third estate, they declared themselves as the National Assembly. അവർ പ്രഖ്യാപിച്ചു ഇനി ഫസ്റ്റ് സെക്കൻഡ് എസ്റ്റേറ്റ് ഇപ്പോൾ ഇതിലില്ല. They left the parliament by opposing the individual voting system by the third estate. So the third estate decided or declared that they are the parliament. They themselves as the National Assembly of France. ഞങ്ങളാണ് ഈ ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി. ആൻഡ് ദേ അസംബിൾഡ് നിയർ എ ടെന്നീസ് കോർട്ട്. തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ അവർ അസംബിൾ ചെയ്തു. ആൻഡ് ടേക്ക് എ പ്ലഡ്ജ് ദേ കനോട്ട് ലീവ് അണ്ടിൽ ദേ ഹാഡ് ഫ്രെയിംഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രാൻസ്. ദേ കനോട്ട് ഡിസ്പേഴ്സ്. ആ ടെന്നീസ് കോർട്ടിൽ അവർ സമ്മേളിച്ച് തീരുമാനിക്കണം ഞങ്ങളിനി പിരിഞ്ഞു പോകില്ല. വി ആർ നോട്ട് ഡിസ്പേഴ്സ്ഡ് അണ്ടിൽ എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫ്രെയിംഡ് ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിന് ഒരു പുതിയ ഭരണഘടന ഉണ്ടാക്കുന്നത് വരെ they cannot be dispersed. അവർ പിരിഞ്ഞു പോകില്ല. നോട്ട് ടു ലീവ് ദ ടെന്നീസ് കോർട്ട്. they took a pledge. ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. ഇറ്റ് ഈസ് നോൺ എസ് ടെന്നീസ് കോർട്ട്. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് എന്ന് പറയുക. വാട്ട് ഈസ് ടെന്നീസ് കോർട്ട് ഓത്ത്? ചോദ്യം എഴുതി പഠിച്ചേക്കണം. വാട്ട് ഈസ് ടെന്നീസ് കോർട്ട് ഓത്ത്? ഇതോടുകൂടി ക്ലാഷ് ഒന്നുകൂടി ശക്തമാവുകയാണ് ബിറ്റ്വീൻ കിങ് ആൻഡ് ദ തേർഡ് എസ്റ്റേറ്റ്. ഇനി പുസ്തകത്തിൽ 3-4 സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കലാപം ഏറെക്കുറെ ടെന്നീസ് കോർട്ടോടുകൂടി ആരംഭിക്കുകയാണ്. രാജാവിനെതിരെ ജനങ്ങൾ ഒന്നിച്ച് കലാപത്തിനിറങ്ങുകയാണ്, എസ്പെഷ്യലി ഫ്രം ദ പീപ്പിൾ ഓഫ് തേർഡ് എസ്റ്റേറ്റ്. ഇതിൽ 1-2 ഇൻസിഡൻറ്റ്സ്. 14 ജൂലൈ 1789 ഇറ്റ് വാസ് നോൺ എസ് ഡിമോളിഷൻ ഓഫ് ബാസ്റ്റിൽ പ്രിസൺ. ബാസ്റ്റിൽ കോട്ടയുടെ പതനം. ഇറ്റ് വാസ് എ ഫോർട്ട്, ഇറ്റ് വാസ് എ പ്രിസൺ വേർ ദ ഒപ്പോണൻസ് ഓഫ് ദ കിങ് ആർ ഇംപ്രിസൻഡ്. രാജാവിനെ എതിർക്കുന്ന ആളുകളൊക്കെ രാഷ്ട്രീയ തടവുകാരെ പാർപ്പിക്കുന്നൊരു പ്രശ്നമാണ്. ദ തേർഡ് എസ്റ്റേറ്റ്, ദ പീപ്പിൾ, റവല്യൂഷണറീസ്, അവർ മുദ്രാവാക്യം ഉയർത്തുകയാണ്. ദാറ്റ്സ് എ മോട്ടോ ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഒരു മുദ്രാവാക്യം ആ സമയത്ത് ഉയർന്നു വരുന്നു ഫ്രാൻസിൽ. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. റിമെമ്പർ ദാറ്റ് ഈസ് ദ മോട്ടോ ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. ദാറ്റ് ഐഡിയോളജി വിൽ ഇൻസ്പയർ ദ ലേറ്റർ റവല്യൂഷൻ. ദാറ്റ് ഐഡിയോളജി സ്പ്രെഡ് ത്രൂ ഓൾ ദ വേൾഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ പൊളിറ്റിക്കൽ ഐഡിയോളജി. ഇത് വളരെ പെട്ടെന്ന് ഈ മുദ്രാവാക്യങ്ങൾ ലിബർട്ടി, സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി, സമത്വം, ഫ്രട്ടേണിറ്റി, സാഹോദര്യം, ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പീപ്പിൾ മാർച്ച് ടുവേർഡ്സ് ദ ബാസ്റ്റിൽ പ്രിസൺ. ബാസ്റ്റിൽ പ്രിസണിലേക്ക് മാർച്ച് ചെയ്യാണ്. അതാണ് ഇടിച്ചു നിരത്തുക, ഡിമോളിഷിങ്. ദാറ്റ് വാസ് ഇൻ 14th July 1780. റിമെമ്പർ ടൈം ആൻഡ് ഇയർ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സ്റ്റഡിയിങ് ദ ഹിസ്റ്ററി. 14th July 1789, the fall of the Bastille prison, demolition of the Bastille prison is the beginning of the French Revolution. ഇത് കൃത്യമായിട്ട് പഠിച്ചേക്കണം. ഇതൊരു ക്ലാഷിൻ്റെ ഒരു കമൻസ്മെൻറ്റ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ, ബിഗിനിങ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഇറ്റ് ഈസ് എ ബാസ്റ്റിൽ കോട്ടയുടെ പതനാണ്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പുസ്തകത്തിൽ 3-4 സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് ഓഗസ്റ്റ് മാസം 12th 1789 നാഷണൽ അസംബ്ലി പാസ് ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ മെൻ ഓഫ് ദ സിറ്റിസൺ. ഈ സമയത്ത് നാഷണൽ അസംബ്ലി, റിമെമ്പർ വൺ തിങ്, ദാറ്റ് നാഷണൽ അസംബ്ലി കൺസിസ്റ്റിംഗ് ഓൺലി ദ മെമ്പേഴ്സ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ്.
അതിലാര് മാത്രമേ ഉള്ളൂ? ഫസ്റ്റ് സെക്കൻഡ് എസ്റ്റേറ്റ് നേരത്തെ പോയി, ഇൻഡിവിജ്വൽ വോട്ടിംഗ് സിസ്റ്റം തേർഡ് ആവശ്യപ്പെട്ടപ്പോൾ അവർ പോയി. സോ ദേ ഡിമാൻഡിങ് ഓൺലി ദ തേർഡ് എസ്റ്റേറ്റ് ഡിക്ലയറിങ് ദ റൈറ്റ്സ് ഓഫ് ദ മെൻ ആൻഡ് സിറ്റിസൺ. മനുഷ്യൻ്റെ അവകാശങ്ങളെ സംബന്ധിച്ച്, പൗരൻ്റെ അവകാശങ്ങളെ സംബന്ധിച്ച്, ഹ്യൂമൻ റൈറ്റ്സിനെ സംബന്ധിച്ച് കൃത്യമായൊരു ഡിക്ലറേഷൻ, മനുഷ്യാവകാശ പ്രഖ്യാപനം ഈ പാർലമെൻറ്റ് കംപ്രൈസിങ് ഓൺലി ദ മെമ്പേഴ്സ് ഓഫ് തേർഡ് എസ്റ്റേറ്റ് ഡിക്ലെയർഡ്. ദാറ്റ് വാസ് 12th August 1789. ഇതിനെ തുടർന്ന് മറ്റൊരു സംഭവം October 1789. ആ സമയത്ത് ഫ്രാൻസിലാകെ പട്ടിണി ഉണ്ടാവുകയാണ്, ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നില്ല. തൗസൻഡ്സ് ഓഫ് വുമൺ മാർച്ച് ഫ്രം പാരീസ് ടു ദ പാലസ് ഓഫ് വേഴ്സാലിസ്. വേഴ്സാലിസ് കൊട്ടാരത്തിൻ്റെ വേഴ്സായി കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് മാർച്ച് ചെയ്യാണ് സ്ത്രീകൾ, ഡിമാൻഡിങ് ദ സ്ലോഗൻ ഗീവ് അസ്, ഞങ്ങൾക്ക് ബ്രെഡ് വേണം, വിശക്കുകയാണ്, വി ആർ ഹംഗ്രി, വി വാണ്ട് ഫുഡ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ജനങ്ങളുടെ ദുരിതവും അതിനുള്ളൊരു പ്രതിഷേധവുമാണ്. September 1792, the National Convention formed as per the new constitution proclaimed France as a republic. September 1792, the National Convention, mainly participated by the third estate, formed as per the new constitution. അവർ യോഗം ചേർന്ന് ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നു. They frame a new constitution, proclaim France as a republic. ഫ്രാൻസിനെ റിപ്പബ്ലിക് ആക്കി മാറ്റുകയാണ്. ഇഫ് എ കൺട്രീസ് ടേൺ ടു റിപ്പബ്ലിക് ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി എൻഡ് ദ മൊണാർക്കിസം. അതോടെ രാജഭരണം അവസാനിച്ചു. ഇതാണ് പുസ്തകത്തിലെ 4 പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ്. ആ വർഷങ്ങൾ സമയം പഠിച്ചേക്കണം. എന്നാൽ ഫ്രഞ്ച് വിപ്ലവം ബാസ്റ്റിൻ കോട്ടയുടെ പതനത്തോടുകൂടി ആരംഭിക്കുകയാണ്. എന്നാൽ വിപ്ലവകാരികൾ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട 3 ഗ്രേറ്റർ ഐഡിയാസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, അതൊക്കെ പറഞ്ഞെങ്കിലും ഇതൊരു ബ്ലഡി റവല്യൂഷനായിട്ട് മുന്നോട്ട് പോവുകയാണ്. പുസ്തകത്തിൽ റെയിൻ ഓഫ് ടെറർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 1789 ജൂലൈ മാസം കഴിയുന്നതോടുകൂടി ഫ്രാൻസിൽ വലിയ കലാപങ്ങൾ. ഇൻ ജൂലൈ 1793 എ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ടു ഗവേൺ ദ കൺട്രി. 1793 ജൂലൈ മാസത്തിൽ രാജഭരണം അവസാനിപ്പിക്കാനും ഒരൊറ്റ ആൾ ഭരിക്കണ്ട, പകരം ഒരു കമ്മിറ്റി, പബ്ലിക് സേഫ്റ്റി കമ്മിറ്റി വാസ് formed to rule the France. Robespierre was the head of the committee, where the members are Mirabeau and Danton. ഇങ്ങനെ 3 അംഗങ്ങൾ ചേർന്നൊരു കമ്മിറ്റി were members. Robespierre became the head of the public safety committee, which is controlled the France at the time of the revolution. റവല്യൂഷൻ നടക്കുമ്പോൾ ഫ്രാൻസിനെ നിയന്ത്രിച്ചത് ഇവരാണ്. ഇവരെ പുതിയ ഒരു കില്ലിംഗ് മെഷീൻ നോൺ ആസ് ഗില്ലറ്റിൻ. അപ്പോൾ കലാപം ആരംഭിക്കുകയാണ്. രക്തരൂക്ഷിതാണ്, ബ്ലഡി റവല്യൂഷനാണ്. ജനങ്ങൾ തെരുവിലെ കയ്യിൽ കിട്ടിയ ആയുധം എടുത്തുകൊണ്ട് അവരെ മുഴുവൻ ശരിയാക്കുകയാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റിലെ ആളുകളെ മുഴുവനും ഒരു യന്ത്രം കണ്ടുപിടിച്ച് ഗില്ലറ്റിൻ അതിൻ്റെ മുകളിൽ വെച്ച് കൊലപ്പെടുത്തുന്നു. ദ കിങ് ലൂയി 16 ആൻഡ് ഹിസ് വൈഫ് മേരി ആൻ്റണിറ്റ് വാസ് ഓൾസോ ഗില്ലറ്റൈൻഡ്, എക്സിക്യൂട്ടഡ്. അങ്ങനെ വിപ്ലവത്തെ എതിർക്കുന്ന ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റിലെ മിക്കവാറും ആളുകളെ അവർ ഗില്ലറ്റനൈസ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. ആ ഒരു മെഷീൻ്റെ ചിത്രം പുസ്തകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1000കണക്കിന് കൂട്ടക്കൊലകൾ, മഹത്തായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഉയർന്നു വന്ന ഫ്രഞ്ച് റവല്യൂഷൻ അവസാനം ഒരു ബ്ലഡിയസ്റ്റ് റവല്യൂഷനിൽ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വർ കിൽഡ്, ഗില്ലറ്റിൻ ഉപയോഗിച്ചുകൊണ്ട് കൊന്നൊടുക്കുകയാണ്. ഒരു ഭീകരാവസ്ഥ. ദാറ്റ് വാസ് നോൺ ആസ് ദ റെയിൻ ഓഫ് ടെറർ. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? റെയിൻ ഓഫ് ടെറർ എന്ന് വിളിക്കുക. ഫ്രാൻസിലെ വിപ്ലവത്തിൻ്റെ മറ്റ് ഗതികളെക്കുറിച്ചോ നോക്കുമ്പോൾ രാജാവിനെയും രാജകുടുംബങ്ങളെയും പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും ഒക്കെ എക്സിക്യൂട്ട് ചെയ്തു ഒന്നിച്ച് ഗില്ലറ്റൻ ഉപയോഗിച്ച് കൊന്നൊടുക്കുകയാണ്. പബ്ലിക് സേഫ്റ്റി കമ്മിറ്റി. അവസാനം ഇവർ തമ്മിൽ, ഈ വിപ്ലവകാരികൾക്കിടയിൽ തന്നെ 2-3 ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു. മുസോലിനിയെക്കുറിച്ചും പഠിക്കാനില്ല. ജാക്കോബിൻസ്, ജെറോണ്ടിസ്റ്റ് പറഞ്ഞ 2 ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് ആ ഡീറ്റെയിൽസ് ആയിട്ട് ആ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. അവർ തമ്മിലുള്ള ക്ലാഷുകൾ ഉണ്ടാകുന്ന അവസാനം റോബസ്പിയർ വാർ ഓൾസോ എക്സിക്യൂട്ടഡ് ബൈ ദ ഗില്ലറ്റിൻ. ഗില്ലറ്റിൻ ഉപയോഗിച്ച് കോട്ടക്കൽ തുടങ്ങിയ റോബസ്പിയറേയും ജനങ്ങൾ ഗില്ലറ്റിനൈസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ബ്ലഡിയസ്റ്റ് റവല്യൂഷനായിട്ടാണ് ഫ്രഞ്ച് റവല്യൂഷൻ അവസാനിക്കണം. ഇത്രയുമാണ് ഫ്രഞ്ച് റവല്യൂഷൻ. നമുക്ക് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് ഇത്രയും പഠിക്കണം. ഇത് റവല്യൂഷൻ്റെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടില്ല. കോസസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, തേർഡ് എസ്റ്റേറ്റിൻ്റെ ഡിമാൻഡ്, പാർലമെൻറ്റ് സമൻസ് ചെയ്യുന്നു, പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യപ്പെടുന്നു, റിപ്പബ്ലിക് എന്ന ആശയം വരുന്നു, അതുപോലെ തന്നെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന ഒരു മോട്ടോ, സ്ലോഗൻസ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. ബട്ട് ദ ഫ്രഞ്ച് റവല്യൂഷൻ ഈസ് എ വേൾഡ് വൈഡ് ഇമ്പാക്റ്റ്.
നെക്സ്റ്റ് ക്ലാസ് ഐ വിൽ ടോൾഡ് യു. ഓക്കെ. സോ ചോദ്യോത്തരം മുതൽ വളരെ കുറച്ച് കാര്യങ്ങളെ പറയും. ഒരു ദിവസം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. കൃത്യമായി പുസ്തകം നോക്കി പഠിക്കണം. നോട്ട് ഈ ലെസൺ കഴിഞ്ഞതിന് ശേഷം ഐ വിൽ സെൻഡ് യു. ക്വസ്റ്റ്യൻ ആൻസർ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടുള്ള ഒരു നോട്ട് ഐ വിൽ സെൻഡ് യു ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ ഫസ്റ്റ് ലെസൺ. ഓക്കെ. മീറ്റ് യു അഗൈൻ നെക്സ്റ്റ് ക്ലാസ്.